രാജ്യത്ത് ഇന്ധനവില ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിന് 110 രൂപക്ക് മുകളിലും ഡീസലിന് 100 രൂപക്ക് മുകളിലും വില വർദ്ധിച്ചു. ഈ വില വർധനവ് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിച്ചിരിക്കുന്നെന്ന് നമുക്ക് കൽപ്പറ്റ ടൗണിലെ ജനങ്ങളോട് ചോദിച്ചറിയാം. വില വർധനവ് നേരത്തെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നയം തന്നെയാണ്. നേരത്തെ ക്രൂഡ് ഓയിലിന്റെ വില വലിയ തോതിൽ കുറഞ്ഞ കാലഘട്ടത്തിൽ പോലും ഇന്ത്യയിൽ ഇന്ധന വില വർദ്ധിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും സമസ്ത മേഖലയിലും ഇതിന്റെ വിലക്കയറ്റം ഉണ്ടാകും. കേരളത്തിലെ സർക്കാരാണെങ്കിൽ സ്വാഭാവികമായും ഇതിനെതിരെയുള്ള പ്രക്ഷോഭത്തിന്, ഇതിനെതിരെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതാണ്. ആ രീതിയിലുള്ള ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടതാണ്. ജനങ്ങളെ നട്ടലൊടിക്കണ ഇതാണ് ഇപ്പോൾ ഉള്ളത്. പെട്രോളും ഡീസലും നിരന്തരം ഒറ്റയടിക്ക് 8 റുപ്യ കൂടി, കുറച്ച് കൂട്ടി കഴുത്ത് ഞെരുക്കി കൊല്ലണ ഇതാണുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി റദ്ദാക്കണം എന്നാണ് പറയാനുള്ളത്. ഇന്ധനവിലയിൽ കൂടുതൽ തന്നെ ഗ്യാസിൻ്റെയും കൂടെ പറയണം. ഗ്യാസിൻ്റെ കൂടിക്കഴിഞ്ഞ് ഇവിടുത്തെ ഹോട്ടലുകൾ ഏകദേശം 35% ഹോട്ടലുകൾ പൂട്ടി. തൊഴിലാളികൾക്ക് പണിയില്ലാതാവുന്ന ഒരു അവസ്ഥയിൽ ഇനി ഈ പെട്രോളിനും ഡീസലിനും വില കൂടുന്ന മാത്രമല്ല, ഓരോ ദിവസവും ചെറിയ പൈസ വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരും അറിയാതെയാണ് ഇത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാത്തിനും പച്ചക്കറീൻ്റെ വില കൂട്ടും, ഇനി സാധനങ്ങളുടെ വില കൂട്ടും, ഓട്ടോമാറ്റിക്കായി എല്ലാത്തിനും വില കൂടും. വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായിട്ട് പൂർണ്ണമായിട്ടും ആളുകൾ ഇതിനെതിരായി പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാര് ഇപ്പം ഇന്ധനവിലയൊക്കെ കൂടുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജൊക്കെ കൂടുകയാണ്. അപ്പം ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്ക് ഒരു ദൈനംദിന ജീവിതത്തിലും ഇപ്പം അടുക്കളയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? അത് മാത്രമല്ല, ഇപ്പം ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂടുന്നതിനനുസരിച്ച് ബാക്കി എല്ലാ സാധനങ്ങൾക്കും കൂടും. അപ്പം മൊത്തത്തിൽ എല്ലാവരുടെ ജീവിതം തകിടം മറിയും. അതുവഴി നമ്മള് വേൾഡിനെ തന്നെ അത് നന്നായിട്ട് ബാധിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. വാഹന യാത്രാ പ്രശ്നങ്ങളും മറ്റവരെ ചരക്ക് നീക്കങ്ങളുമായിട്ട് ലോറി മറ്റേ വാഹനങ്ങൾ കൂടുന്നുണ്ട്, ചാർജ് കൂടുന്നുണ്ട്. അതൊരു കാരണമായിട്ട് അവർ പറയുമ്പോൾ പെട്ടെന്ന് വരുന്നുണ്ട്. വേറെന്താ ബാധിക്കുന്നുണ്ട്, മൊത്തം വർധനയെ ബാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇന്ധന വില കൂടുമ്പോൾ എന്തോ വണ്ടിക്ക് ഡീസലിന് കൂടുമ്പോൾ അവർക്ക് വെക്കൂല. അപ്പം വണ്ടി വാടക ഓട്ടോമാറ്റിക് കൂടി. ഇപ്പം തന്നെ 3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് വണ്ടി വാടകയിൽ വലിയ വ്യത്യാസം വന്നു. അപ്പോൾ ചരക്കിന് ഇപ്പൊ ഓൾറെഡി കൂടി വരുന്നൊരവസ്ഥയാണ്. അങ്ങനെയാണുള്ളത് പുതിയ നിലവ്. സാധാരണക്കാരല്ലേ നമ്മള്, അപ്പം നമുക്ക് ഗ്യാസ് കിട്ടാത്തതൊക്കെ വലിയ വിഷമമാണ്. നമുക്ക് എന്താ പറയാ, ഇപ്പൊ ജോലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ രാവിലെ പുറപ്പെടുമ്പോഴൊക്കെ നമുക്ക് ഈ ഗ്യാസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഭയങ്കര കൂടുതലാണ്. കാരണം ഇപ്പൊ ഒരു തവണ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 1 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് സിലിണ്ടറൊക്കെ കിട്ടുന്നുള്ളൂ. അതൊക്കെ ഭയങ്കര വിഷമമാണ്. ഇപ്പൊ കുറിച്ചിപ്പോ എന്താ പറയാ, പൊതുജനങ്ങളാകെ പട്ടിണിയിലേക്ക് പോകുന്ന ലക്ഷണങ്ങളാണുള്ളത്. ലോറി വാടക കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില കൂടും. അതുകൊണ്ട് ഓട്ടോ തൊഴിലാളികളെ ചാർജ് വർദ്ധിപ്പിക്കേണ്ടി വരും. ഇതെല്ലാം ബാധിക്കുന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്കാണ്. ഇപ്പൊ ഇന്നിപ്പോ കൂടി, നാളെയും കൂടുന്നുണ്ട് എന്നാ പറഞ്ഞത്. പമ്പ് പോകുമ്പോഴല്ലേ വില കൂടിയത് അറിയണത്. പമ്പ് മറ്റേത് ഒരു പത്രത്തിലോ എവിടെയെങ്കിലും വന്നിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല, ഒന്നും വരുന്നില്ല. പമ്പിൽ പോകുമ്പോഴാണ് വില കൂടിയെന്ന് അറിയണത്. ഇപ്പൊ എന്താ ചെയ്യാ? ഈ നേരം കൂടി, രാവിലെ തൊട്ട് ഈ നേരം വരെ 500 റുപ്യ കൂടി. ആകെ 500 റുപ്യ കൂടിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ സ്ഥിതി. വില വർധന എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവർമാരുടെ കാര്യത്തിൽ വലിയ വിഷയമാണ്. അടിക്കടി ഇപ്പം ഒരു മാസത്തിലേക്ക് 3 വർഷമാണ് 3 തവണയാണ് കൂടുന്നത്. അത് പ്രശ്നമാണ്. എന്താ പറയാ, നമ്മളെ പോലത്തെ കുടുങ്ങിയത് പറയാം. കാരണം അന്നാന്ന് കിട്ടിയിട്ട് അന്നാ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. അപ്പൊ ഓരോ ദിവസവും ഇന്നിപ്പോ എത്ര ഒന്നും കയറിയില്ല, 3 റുപ്യ. സാധാരണ പോലത്തെ നമ്മളെ പോലത്തെ ആൾക്കാർ കുടുങ്ങിയെന്ന് പറയാം. ഗവൺമെന്റ് ജനങ്ങളെ പീഡിപ്പിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇന്ധന വില വർധനവിനെ കുറിച്ച് ഒന്നും സംസാരിക്കാതെ ജനങ്ങൾക്കിടയിൽ നാടകം കളിക്കുകയും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ധന വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഒന്നും രാജ്യത്തില്ല. കാരണം നിലവിൽ തന്നെ നേരത്തെ തന്നെ ഇന്ധന വില കുറഞ്ഞ സമയത്ത് എക്സൈസ് തീരുവ അടക്കമുള്ള എല്ലാ തീരുവകളും കൂടുതലാണുള്ളത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നു. എന്നിട്ടും ഈ ഒരു ഭാരം ഈ ഒരു സമയത്ത്, ഈ ഒരു പ്രയാസ സമയത്ത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സമീപനം ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് മനുഷ്യത്വരഹിതമായും ജനവിരുദ്ധവുമായിട്ടുമാണ് ഇത്തരം ഒരു സമീപനം എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ അങ്ങനെ വില കൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ?
ഈ ഇന്ന് വില കൂടിയ എല്ലാ സാധനവും വില കൂടും. ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന സാധനം എല്ലാത്തിനും വില കൂടും. അതന്നെ സാധാരണക്കാരനൊക്കെ ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരനെ ഭയങ്കരമായി ബാധിക്കുന്ന ഒരു സംഭവമാണത്. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഈ സ്ഥിതിയിൽ ജീവിക്കാൻ പറ്റാത്തൊരു നിലവാരമില്ലാത്തൊരു സമയമാണ് ഉള്ളത്. അപ്പോൾ ആ സമയത്ത് പിന്നെ ഒന്നാമത് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. ഗ്യാസിന് തന്നെ ഈ വാണിജ്യ ഗ്യാസിനായാലും മറ്റേ ഗ്യാസിനൊക്കെ ഭയങ്കര വില കൂടും ചെയ്തിട്ടുണ്ട്. വാണിജ്യ ഗ്യാസിനൊക്കെ 6 റുപ്യൊക്കെ കൂടുതലാണ് ഇവിടെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടൽ മേഖലയിലൊക്കെ ഭയങ്കര ഗ്യാസിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഹോട്ടലിലൊക്കെ 15 റുപ്യ, ആദ്യം 12 റുപ്യുള്ള ചായക്ക് 15 റുപ്യാണ് ഒരു ചായക്കൊക്കെ ആയത്. കടിക്കും 15 റുപ്യ ആയി, പൊറോട്ടയ്ക്ക് 20 റുപ്യ ആയി. അപ്പോൾ ആ രീതിയിലുള്ളതാണ് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസരങ്ങൾ. ഇവരിപ്പോൾ പെട്രോളിൻ്റെ വില കൂടിയതനുസരിച്ചിട്ട് ഇനിയും അതിൻ്റെ ഒരു വിലക്കയറ്റം പാവപ്പെട്ട ജനങ്ങൾക്കാണല്ലോ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരിക. ഈ പെട്രോളിൻ്റെ വില കൂടി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോറിക്ഷൻ്റെ വാടക കൂടി, അതേമാതിരി എല്ലാ ബസ്സിൻ്റെ ചാർജ് വരെ കൂടാനുള്ള അവസരം വരുന്നുണ്ട്. അതൊക്കെ ജനങ്ങളെ ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിന് ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇടപെടുക, അതിന് ശാശ്വതമായ പരിഹാരം കാണുക. ഇപ്പൊ ഇന്ധനത്തിന് വില വർദ്ധിച്ചിരിക്കുന്നത് ഇതെല്ലാം സാധാ ജനങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. ഇപ്പൊ നിത്യോപയോഗ സാധനങ്ങളായിക്കോട്ടെ, നമ്മൾ ചായക്കായിക്കോട്ടെ, പിന്നെ കാപ്പിക്കായിക്കോട്ടെ, പൊറോട്ടക്കായിക്കോട്ടെ, സാധാരണക്കാരന് ജീവിക്കാൻ ഒരു വഴിയില്ലാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇനി ഇത് ഇവിടെ അവസാനിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ കച്ചവടക്കാർക്കൊക്കെ വളരെ ഇടങ്ങാറായി പെട്രോളിന് വില കൂടിയത്. എന്താ ചെയ്യാ, എങ്ങനെയും ജീവിച്ചു പോണ്ടേ.